കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഭർത്തൃവീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മരിച്ച ജിസ്നയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ജിസ്നയുടെ ഭർത്താവിനെതിരെ കുടുംബം ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ടി നന്ദഗോപാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നന്ദഗോപാൽ, കഴിഞ്ഞ ദിവസമാണ് ജിസ്നയുടെ കുടുംബം ഗുരുതര ആരോപണങ്ങൾ ഭർത്താവിന്റെ കുടുംബത്തിനെതിരെ ഉന്നയിച്ചത്. ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് കേസെടുക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്താണ്? കഴിഞ്ഞ ദിവസമാണ് ജിസ്നയെ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ജിസ്നയുടെ കുടുംബം ഭർത്താവിനെതിരെ വലിയ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഭർത്താവിൽ നിന്നും ഏറ്റ മാനസിക പീഡനമാണ് ജിസ്നയുടെ ആത്മഹത്യക്ക് പിന്നിൽ എന്നുള്ളതായിരുന്നു ഈ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതിന് പിന്നാലെ ഇവർ ഈ സംഭവത്തിൽ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജിസ്നയുടെ സഹോദരനാണ് പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാധിക്കൂ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനിടെ പോലീസിന് ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ കാര്യം ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ജിസ്നയുടെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. ഇവിടെ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ജിസ്നയുടെ മൃതദേഹം ഭർത്തൃവീട്ടിലേക്ക് കൊണ്ടുപോകാൻ കുടുംബം സമ്മതിച്ചില്ല. നേരെ ജിസ്നയുടെ നാടായ കണ്ണൂർ കേളകത്തേക്കാണ് മൃതദേഹം കൊണ്ടുപോയത്. എവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുകയും ചെയ്യുക. ഏതായാലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ആത്മഹത്യാ കുറിപ്പ് കിട്ടി എന്നുള്ളതാണ്. ഈ ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെ കേന്ദ്രീകരിച്ചായിരിക്കും പോലീസിന്റെ അന്വേഷണം നടക്കുക.